കല്യാണി നിക്കവിടെ. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമായല്ലേ? മാഡം അത് ഞാൻ മിണ്ടരുത്. പലരും എതിർത്തെങ്കിലും നിന്നെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? കല്യാണി, എന്നോട് നീ ഇങ്ങനെ ഒരു മര്യാദകേട് കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതെ, ഞാനും ആന്റി നിന്നെ ഈ വീട് മുഴുവൻ തിരക്കി. എവിടെ നിന്ന് കിട്ടി നിനക്ക് ധൈര്യം? എന്തിനാ കല്യാണി നീ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നെ? മാഡം എന്നോട് ക്ഷമിക്കണം. ഒന്ന് തൊഴാനാ ഞാൻ അമ്പലത്തിൽ പോയത്. അപ്പൊ അവിടെ വെച്ച്. അതെ, അത് തന്നെയാ നീ ചെയ്ത തെറ്റ്. നീ ഒറ്റയ്ക്കൊരിടത്തും പോവാതിരിക്കാനാ നിന്നെ ഞാൻ ഇവിടെ താമസിപ്പിച്ചത്. എന്നിട്ടും ആരോടും ഒരു വാക്ക് പോലും പറയാതെ അമ്പലത്തിൽ പോയതിനാ ഇപ്പം നിന്നെ ഞാൻ തല്ലിയത്. മനസ്സിലായോ? അയ്യേ, അപ്പൊ അവിടെ നടന്ന സംഭവം ഒന്നും അഖില അറിഞ്ഞിട്ടില്ലേ? കൊള്ളാം. നോക്ക് കല്യാണി, അന്ന് നീ അമ്പലത്തിൽ ഒറ്റയ്ക്ക് പോയപ്പോഴാ പ്രിയങ്കയുടെ ആൾക്കാർ നിന്നെ തട്ടിക്കൊണ്ടു പോയതെന്ന് നീ അങ്ങ് മറന്നോ? കുറഞ്ഞ പക്ഷം പുറത്തു പോയപ്പോ എന്നോടെങ്കിലും നിനക്കത് പറയായിരുന്നു. ഞാൻ വന്നേനല്ലോ നിന്റെ കൂടെ. ബെസ്റ്റ്. ഇവൾക്കെന്താ അവളുടെ ബോഡി ഗാർഡായിട്ട് ജോലി കിട്ടിയോ? ഒന്നും പറയണ്ട. പണ്ട് ഇവളെ കടിച്ചു കീറാൻ എന്നോട് കരാറുണ്ടാക്കിയ മോള. മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറി മറിയോ? കഷ്ടം തന്നെ. അല്ല, ഞാനാണോ അവളോട് നിന്റെ മുറിയിൽ കയറി താമസിക്കാൻ പറഞ്ഞത്? ആന്റി മുറി കയറി താമസിക്കാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ആന്റി വിചാരിച്ചിരുന്നെങ്കിൽ അവളെ ഇതിനകം തൃച്ചംബരത്തുനിന്ന് പുറത്താക്കായിരുന്നു, ഈസി ആയിട്ട്. എന്തോ നടി നീ ഈ കിടന്ന് പുലമ്പുന്നത്? അതും ഈ എന്റെ അടുത്ത്. ഞാൻ പുലമ്പുന്നൊന്നല്ല, സത്യോ പറയുന്നത്. അവളെ പുറത്താക്കാൻ ഏറ്റവും നല്ലൊരു ആയുധം കിട്ടിയിട്ട് പോലും ആന്റി അതെടുത്ത് ഉപയോഗിച്ചില്ല. അതാ എനിക്ക് വിഷമം. ആയുധവും? എന്തായുധം? അതെ, നിനക്ക് തിന്ന് തിന്ന് തലയ്ക്ക് സാരമായ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ആയുധം പോലെ ആയുധം. ഞാനെന്താ മൺവെട്ടിയും പിക്കാസുമായിട്ട് നടക്കുവാണോ ഇവിടെ? അയ്യോ, അതല്ല. ആന്റി അമ്പലത്തിൽ വെച്ച് ഏതവസ്ഥയിലാണോ അവളെയും ആനന്ദിട്ടനും കണ്ടെന്ന് എന്നോട് പറഞ്ഞത്, അതുപോലെ അഖിലാന്റിയോട് പറഞ്ഞിരുന്നെങ്കിലേ ആ കല്യാണിയെ അപ്പൊ തന്നെ പുറത്താക്കൂലായിരുന്നോ? ഇവൻ ആളടിച്ച് സെറ്റാണല്ലോ. എനിക്കൊരു കുഴപ്പമില്ല. അടിപൊളി. അമ്മയോട് ഉള്ളത് നന്നായി. ആ ചോടോ ബായ്, എന്നെ പിടിക്കരുത്. പിടിച്ചാ ഞാൻ വീഴും. പിടിക്കരുത് പ്ലീസ്. എന്ത് പറ്റി ബ്രോ? കുസ്നായി. അല്ല ബായ് ഇപ്പോഴാണോ ഓഫീസിൽ പോന്നെ? ഇങ്ങനെ ലേറ്റ് ആയിപ്പോയ സ്റ്റാഫുകളൊക്കെ കൃത്യസമയത്ത് വരുമോ? ഉത്തരവാദിത്തമൊക്കെ വേണ്ടേ ബായ്? കൊള്ളാം, എന്നെ ഉത്തരവാദിത്തം പഠിപ്പിക്കുന്ന സാറേ. ബ്രോ, ഇവൻ ഈ കൊഞ്ച് പരുവത്തിൽ എവിടുന്ന് കിട്ടി? ഓ, ഒന്നും പറയണ്ട. വരുന്ന വഴി റോഡിൽ കിടന്ന് അടി വാങ്ങുന്നുണ്ടു. അവിടുന്ന് പിടിച്ചു കയറ്റി കൊണ്ടുവന്നതാ. ആ ബെസ്റ്റ്. പിന്നെ ഈ CP അടിക്കാന്മാര് ഇനിയും ജനിക്കണം. ഇത് കേരളമായി പോയി. മുംബൈയിലായിരുന്നെങ്കിലേ അവനെയൊക്കെ ഞാൻ. പ്ലീസ് 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 പ്ലീസ്. വെല്ലുവിളിയൊക്കെ കൊള്ളാം, പക്ഷേ വയറ്റിന്ന് ആയുധം എടുക്കരുത്. മനസ്സിലായില്ലേ? വാള് വെക്കരുതെന്ന്. ഏതായാലും ബായ് അകത്തേക്ക് ചെന്നാട്ടെ. അവിടെ ഒരു സ്വീകരണ കമ്മിറ്റി കാത്തിരിപ്പുണ്ട്. വാ മോനെ. ഇതാണ് ആകാശത്ത് കൂടെ പോണ വയ്യാവേലി ഏണി വെച്ച് പിടിക്കാന്ന് പറയണം. വിലാസിനി, അയ്യോ ചേച്ചി, ഞാനൊന്നും അറിഞ്ഞതല്ല ചേച്ചി. ശരി ശരി, എനിക്ക് നല്ല ക്ഷീണം. നിങ്ങൾ സംസാരിക്കുക, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എല്ലാം നശിപ്പിച്ച്. എന്തായി കാണുന്നതൊക്കെ? മക്കള് രണ്ടും ഉറങ്ങി. ഉറക്കം വരാതെ നെഞ്ചു നൊന്തിരിക്കുന്നത് ഞാൻ മാത്രം. നീ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? പ്രായപൂർത്തിയായ ഒരു പെണ്ണ് കല്യാണമാവാതെ വീട്ടിലിരുന്ന അതെന്നും അച്ഛൻ്റെയും അമ്മയുടെയും നെഞ്ചിലൊരു നീറ്റലായിരിക്കും. പിന്നീട് കെട്ടിച്ചു വിട്ട ശേഷം പയ്യൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് വന്ന അതതിനേക്കാൾ വലിയ നരകവേദനയാണ്. ഒരു തരത്തിൽ ചെകുത്താനും കടലിനും നടുവിലാകുന്ന ഒരവസ്ഥ.
ആ. ആഹാ, കൃഷ്ണേട്ടൻ എന്താ ഉറങ്ങിയില്ലേ? ഇല്ല, ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു രംഗം ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഉറക്കം വരാതെ തൃച്ചംബരത്തിന്റെ വരാന്തയിലൂടെ അഖിലാണ്ടേശ്വരി അസ്വസ്ഥയായി നടക്കുന്ന രംഗം. അപ്പോഴുള്ള മനസ്സംഘർഷം കുറയ്ക്കാൻ 2 ഡയലോഗ് കാച്ചാൻ വേണ്ടിയാ ഞാനിപ്പോ എൻട്രി ചെയ്തത്. ഇല്ല കൃഷ്ണേട്ടാ, ഇത് 2 ഡയലോഗ് കൊണ്ട് തീരുന്ന പ്രശ്നമല്ല. ഇറ്റ്സ് എ ഹെവി ടാസ്ക്. ഹെവി മാത്രമല്ല, ഇറ്റ്സ് ടു ഡേഞ്ചറസ്. ഒരു യെസ് കൊണ്ടോ ഒരു നോ കൊണ്ടോ തകരാൻ പോകുന്നത് ഒരു പെൺകുട്ടിയുടെ ലൈഫാ. ഐ ഷുഡ് ബി വെരി മച്ച് കെയർഫുൾ. ഡെഫിനറ്റ്ലി യെസ്. പക്ഷേ ഇതിൽ നീ ഇത്ര കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വന്നു കയറിയ ഫസ്റ്റ് ഡേ തന്നെ ഈ ചന്ദ്രപ്രതാപനെ ഞാൻ കണ്ടിരുന്നത് ഒരു സംശയത്തിന്റെ കണ്ണോടുകൂടിയാണ്. ഇന്ന് കുടിച്ചു കയറി വന്നപ്പോഴാ അവന്റെ ട്രൂ കളർ മനസ്സിലായത്. എന്റെ അഭിപ്രായത്തിൽ നോ കൃഷ്ണേട്ടാ, നോ. രൂപം കൊണ്ടൊരിക്കലും നമുക്കൊരാളെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. കാണാൻ ക്രൂരനെന്നും ദുഷ്ടനെന്നും തോന്നുന്ന പലരും കുഞ്ഞുങ്ങളെക്കാൾ നിഷ്കളങ്കരാണെന്ന് തോന്നിയിട്ടുണ്ട്. സൗന്ദര്യം കൊണ്ട് ഗന്ധർവനും മാലാഖയുമായവർ വെറും കാപട്യക്കാരാണെന്നും. അതുകൊണ്ട് അഖിലേ, ഞാൻ ഉദ്ദേശിച്ചത് അയാളുടെ രൂപം മാത്രമല്ല. മനസ്സിലായി കൃഷ്ണേട്ടാ. പക്ഷെ ഒരു ദിവസം കൊണ്ട് ഒരു മാസത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റൂ? ഇല്ലല്ലോ. ഇന്ന് അവന് സംഭവിച്ചത് ഒരു കയ്യബദ്ധമാണെങ്കിലോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവൻ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പെരുമാറിയതെന്നാണ്. ഏയ്, ഇവരെ കാണുന്നില്ലല്ലോ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ആ ദാസേട്ടാ, ദേ അമ്മ അച്ഛൻ ഇപ്പൊ വരും. തീരുമാനം എടുക്കേണ്ടത് ദാസേട്ടനാ. മനസ്സിലുള്ളത് പേടിക്കാതെ തുറന്നു പറയണം. ദാസേട്ടൻ മാത്രമല്ല, കല്യാണി. അതെ, ഞാനും അതാ ഇവളോട് പറഞ്ഞിരിക്കുന്നത്. മാഡോ ഇവള് നമ്മളെല്ലാം ഇന്നലെ കണ്ടതാ എന്താ അവന്റെ അവസ്ഥ എന്ന്. ഇനി തീരുമാനം ഇവളുടെ നാവും തുമ്പില്ല. ഇവള് പറയട്ടെ എന്താ വേണ്ടെന്ന്. അതീ മുഖം കാണും പറയാം കല്യാണിയുടെ തീരുമാനം എന്താണെന്ന്. ആ, 2 പേരും അകത്തേക്ക് വാ. അച്ഛനും അമ്മ ഇപ്പൊ എത്തും. ദാസേട്ടാ, മാഡം, ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ കല്യാണിയും കണ്ടതല്ലേ? എല്ലാം കണ്ടതാ മാഡം. അതേതായാലും നന്നായി. ദാസേ, ഇനി വളരെ ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. മദ്യപിച്ച് ലക്കിട്ട് റോഡിൽ കിടന്ന് അടിയുണ്ടാക്കുന്നവന് സ്വന്തം കുടുംബത്തിൽ നിന്ന് നമ്മൾ പെണ്ണു കൊടുക്കുന്നത് അവളെ കുരുതി കൊടുക്കുന്നതിന് തുല്യമാണ്. 100%. എങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിയാലും ഇനി കല്യാണിയുമായുള്ള ബന്ധത്തിൽ നിന്നും അവനെ ഒഴിവാക്കി വിടുന്നതാവും നല്ലത്. അവൻ ആളൊരു പോക്ക് കേസാ. കല്യാണി, എനിക്ക് ഓർമ്മയുണ്ട്, എന്നോട് വരം ചോദിച്ചവൾ നീയാ. വരം തന്നത് ഞാനും. എന്നാലും ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം നിനക്കുള്ളതാ. ചന്ദ്രപ്രതാപുമായി നിനക്ക് ഈ കല്യാണം വേണോ വേണ്ടയോ? നിനക്ക് ധൈര്യമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ മറുപടി പറയാം. ആന്റിജി എന്നോട് പൊറുക്കണം. ഇന്നലെ എല്ലാരും കൂടെ എന്നെ ചതിച്ചതാ. കൂട്ടുകാര് ബാച്ചിലർ പാർട്ടി ചോദിച്ചപ്പോ ഞാൻ പൈസ കൊടുത്ത് ഒഴിവാക്കാൻ നോക്കിയതാ. പക്ഷെ കൂടെ വന്നിരുന്നാ മതി എന്ന് പറഞ്ഞപ്പോ വെറുതെ ഒരു കമ്പനിക്ക് പോയിരുന്നതാ. പക്ഷെ കൂൾ ഡ്രിങ്ക്സിൽ അവര് മദ്യം കലക്കി തരുമെന്ന് ഞാൻ അറിഞ്ഞില്ല ആന്റി. ഇതുവരെ ബാർ പോലും കണ്ടിട്ടില്ലാത്ത എന്നെ എല്ലാരും കൂടെ ചതിച്ചതാ. എഴുന്നേക്ക്.
എന്താ ദാസേട്ടാ? അത് സുജാതെ, എനിക്കെന്റെ കല്യാണി നീ ഒരുപോലെ തന്നെയാ. അറിയാലോ, കല്യാണത്തിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതുവരെ നീ കല്യാണിയുടെ കൂടെ തന്നെ വേണം. അമ്മയില്ലാത്ത കുഞ്ഞാവള്. ദാസേട്ടൻ വിഷമിക്കണ്ട, ഞാൻ കല്യാണിയുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ അയാള്... അറിയാം, അതുകൊണ്ടാണ് നിന്നെ മാറ്റി നിർത്തി സംസാരിക്കുന്നത്. ചന്ദ്രൻ സുജാതെ ഉപദ്രവിച്ചു എന്ന് തൽക്കാലം കല്യാണി അറിയരുത്. കാരണം അത് നീയാന്നറിഞ്ഞ എന്റെ മോൾക്ക് ഒരുപാട് സങ്കടാവും. അതുകൊണ്ടാ. ശരി ദാസേട്ടാ, ഞാൻ പറയില്ല. പക്ഷേ ചോദിക്കുന്നത് കൊണ്ട് വിഷമം തോന്നരുത്. പാവം കല്യാണിക്ക് ഇങ്ങനൊരു കല്യാണം വേണമായിരുന്നോ? അവൾക്ക് വിവരമില്ലെങ്കിലും ദാസേട്ടൻ എന്തിനാ അതിന് സമ്മതിക്കാൻ പോയത്? നീ ചോദിച്ചത് കറക്റ്റാ. ഒരു 100 പ്രാവശ്യമെങ്കിലും ഞാൻ എന്നോട് ചോദിച്ച ചോദ്യം അത്. എത്ര ആലോചിച്ചിട്ടും ആ കല്യാണിയുടെ മനസ്സാണ് എനിക്കൊരു പിടിയും കിട്ടാത്തത്. കല്യാണിയുടേത് മാത്രമല്ല, നിന്റേതും. ഈ സാഹചര്യന്മാരൊക്കെ പ്രഹേളിക എന്ന് പറയുന്നത് പോലെ ഉത്തരം കിട്ടാത്ത സംഭവമാണ് നിങ്ങളുടെയൊക്കെ മനസ്സ്. അതെനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. കല്യാണിയെപ്പോലെ ഇക്കാലത്ത് മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം സുഖവും സ്വപ്നങ്ങളും ഒക്കെ ത്യജിക്കുന്നവർ കുറവാ. ഒരു കാര്യം ഉറപ്പാ, എന്റെ വാക്കും വരവും നിറവേറ്റാനാ അവൾ ഈ നിലപാടെടുത്തത്. സമ്മതിക്കുന്നു. പക്ഷേ ഈ വിഷയത്തിൽ എന്റെ മനസ്സും ഒരു പ്രഹേളികയാണെന്ന് കൃഷ്ണേട്ടൻ എന്താ പറയാൻ കാരണം? അതെനിക്ക് മനസ്സിലാവുന്നേയില്ല. അതെന്താ എത്ര പുതിയതായിട്ട് മനസ്സിലാക്കാൻ? കല്യാണി എടുത്ത ഈ തീരുമാനം നിനക്ക് വേണമെങ്കിൽ തിരുത്താമായിരുന്നു. നീ ഇത് ചെയ്യരുത് എന്ന് നിന്റെ ഒറ്റ വാക്ക് കല്യാണിയുടെ സൈലന്റ് ആയി പോയനെ. പക്ഷേ നീ അത് ചെയ്തില്ല. ബ്രഹ്മയുടെ തികഞ്ഞ സ്വാർത്ഥത എനിക്കവിടെ കാണാൻ കഴിയും. ആനന്ദിൽ നിന്നും കല്യാണിയെ തന്ത്രപൂർവ്വം അകറ്റണമെന്ന സ്വാർത്ഥത. അതല്ലെന്ന് പറയാൻ നിനക്ക് പറ്റൂ? കൃഷ്ണേട്ടാ, ഞാനത്... ന്യായങ്ങൾ പറയാൻ നീ ബുദ്ധിമുട്ടണ്ട. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇതേ ചെയ്യൂ. ഏതായാലും കല്യാണി തന്നെ കല്യാണിയുടെ തലവധി ചോദിച്ചു വാങ്ങിയിരിക്കുക. നമുക്കിനി ചെയ്യാനുള്ളത് അവൾക്കുണ്ടാകാവുന്ന പരിക്കുകൾ എത്രത്തോളം കുറയ്ക്കാമെന്ന് നോക്കല. വാ, നമുക്ക് നോക്കാം. അച്ചു, ഞാൻ അറിഞ്ഞു കാര്യങ്ങൾ. ആ കല്യാണി കാണിച്ചത് ഭയങ്കര മോശമായിപ്പോയി. ബ്രോ ഇത് എവിടെ പോകുന്നേ? നരകത്തിലേക്ക്. നീ എന്താ കൂടെ വരുന്നുണ്ടോ? മച്ചു, നീ വെറുതെ ടെൻഷൻ അടിക്കാതെ. Shut up and get lost. നീയൊക്കെ കൂടി വേഷം കെട്ടിച്ച് എന്നെ കൊണ്ട് ആടിച്ചത് വെറും ഒരു കോമാളിയുടെ വേഷമാണെന്ന ആട്ടത്തിനൊടുവിലാണ് ഞാൻ മനസ്സിലാക്കിയത്. കടന്ന് പൊക്കോണേ രണ്ടെണ്ണോ. ബ്രോ, ഞങ്ങൾ നല്ലതിനു വേണ്ടി. ആരുടെ നല്ലതിന്? എന്റെയോ? എന്റെ നന്മയും മേന്മയൊക്കെ കഴിഞ്ഞു. ആനന്ദ് കൃഷ്ണന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ഇരുട്ട്. എനിക്കല്പം വെളിച്ചം വേണം. അത് ഈ വീട്ടിലിരുന്നാ കിട്ടില്ല. ഇതൊരു കൊടുങ്കാടാ, കൊടുങ്കാട്. എനിക്ക് പോണം. പോവും ഞാൻ. പുറകെ വരരുത്. ആന്റി ഒരാളുടെ ബുദ്ധി കൊണ്ടാ ചന്ദ്രേട്ടന് വീണ്ടും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. പക്ഷെ അതിനിടയ്ക്ക് ആ കല്യാണി കയറി അതിബുദ്ധി കാണിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. അതിബുദ്ധിയോ? മനസ്സിലായില്ല. അതെ ആന്റി,
അവളുടെ ഒരു കുറുക്കം ബുദ്ധി. അതല്ലേ അവള് ചന്ദ്രേട്ടനെ നന്നാക്കി എടുത്തോളാന്ന് പറഞ്ഞത്. അറിയാടി, അറിയാം. അത് അവൾ അങ്ങ് അഭിനയിച്ച് സ്കോർ ചെയ്തതല്ലേ. നന്മകൾ ചെയ്യുന്ന പാവം നാട്ടിൻപുറത്തുകാരിയാണെന്ന് കാണിക്കാൻ. കുറെ കാലമായിട്ട് അവൾ അങ്ങ് കളിക്കുക. ഇവിടെ കുറെ എണ്ണം അതങ്ങ് വിശ്വസിച്ച് കൂടെ തുള്ളാനും. അതെ അതെ, അവൾ അങ്ങ് നിഷ്കളങ്ക കുമാരിയും നമ്മള് വിഷപ്പാമ്പും. കിച്ചണിൽ കയറി അല്പം ചിപ്സോ മിച്ചറോ എടുക്കുമ്പോഴേ ഓരോരുത്തന്മാരുടെ മോന്തായം കണ്ട പിടിച്ചിട്ട് കുത്തു കൊടുക്കാൻ തോന്നും. മതിയാക്കടി അവളുടെ ഒരു തീറ്റിപ്രാന്ത്. ഞാൻ ഇവിടെ ആ അഖില ഉണ്ടാക്കുന്ന പുരി കഴിക്കാനാ നോക്കുന്നത്. അല്ലെങ്കിൽ നാളെ അത് കഴുത്ത് മുറുക്കാൻ പോകുന്നത് നമ്മുടെയാ. ആന്റി എന്താ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എടി, നീ ജല്ലിക്കെട്ട് കാളേന്ന് കേട്ടിട്ടുണ്ടോ? ആ, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയില്ലേ? ഇത് സിനിമയല്ല, ഒറിജിനലായിട്ട്. നല്ല കൂറ്റൻ ജല്ലിക്കെട്ട് കാളകളുണ്ട്. എത്ര പേര് വിചാരിച്ചാലും മെരുക്കാൻ പറ്റാത്തത്. പക്ഷെ അതിന് ഒരു ഇരുമ്പ് കൂട്ടിലിട്ട് ആവശ്യത്തിന് മാത്രം പിണ്ണാക്കും തവിടും കൊടുത്തു വളർത്തിയാൽ കാലം കുറെ കഴിയുമ്പോ അതും സാധാരണ കാളയെ പോലെ ഇറങ്ങി വരും. അത് ഇവിടെയും സംഭവിക്കാൻ പോകുന്നു എന്നാ എന്റെ ഒരു സംശയം. ദേവി, എന്താ എനിക്ക് നിന്നോട് പറയേണ്ടതെന്നറിയില്ല. ഒഴുക്കിനെതിരെ നീന്തി തളർന്നുകൊണ്ടിരിക്കുക ഞാൻ. താമസിയാതെ നീലെല്ലാ കയത്തിലേക്ക് മുങ്ങിത്താഴും. അപ്പോ കൂടെ പിടിച്ച് താഴ്ത്തുന്നത് മറ്റൊരാളെ കൂടിയാ, വലിയ ഒന്നിനെ. ആ മനസ്സിനെ തകർക്കാണ് ഞാനെന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ എനിക്കിതിനെ കഴിയുന്നുള്ളൂ. ഞാൻ ഈ ചെയ്യുന്ന തെറ്റിന് എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. ആത്മഹത്യ ചെയ്യില്ലെന്ന് അച്ഛനും അനിയനും വാക്കുകൊടുത്തുപോയി. ഇനി ഈ ജീവിതം അവസാനിപ്പിക്കാൻ നീ വേണം എന്നെ സഹായിക്കാൻ. അതെനിക്കിനി പ്രാർത്ഥിക്കാനുള്ളൂ. ചെയ്യുന്ന എല്ലാ കള്ളത്തരത്തിനും ജാമ്യം എടുക്കാൻ വരുന്നത് ഇവിടെയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഏയ്, അങ്ങനെ കേൾക്കാത്ത മട്ടിൽ പോയാലെങ്ങനെയാ? നീ കൊടുത്ത വെള്ളിടി താങ്ങാൻ പറ്റാതെ എന്റെ ബ്രോ ഇറങ്ങിപ്പോയിരിക്കുക. എവിടെയാന്ന് അറിയില്ല ഞങ്ങക്ക്. അതൊക്കെ എന്തിനാ നീ ഇവളോട് പറയുന്നേ? പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? അടുക്കള പണിക്ക് വന്നവൾ അടുക്കളയിൽ ഉപ്പുമുളക് ഉണ്ടോന്നേ നോക്കുകയുള്ളൂ. അല്ലാതെ നിന്റെ ബ്രോ ചത്താലും ജീവിച്ചാലും ഇവൾക്കൊന്നും ഒരു കുലുക്കം ഉണ്ടാവാൻ പോകുന്നില്ല. നിന്റെ വിലാസിനാറ്റി പറയുന്നത് വാസ്തവം. കള്ള കൂട്ടങ്ങളെല്ലാം. അടുക്കളക്കാരി മാത്രമല്ല, ഡ്രൈവറും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ പറയും. രണ്ടുപേർക്കും എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. എന്നെ വഴക്ക് പറയുകയോ അടിക്കുകയോ എന്താണെന്ന് വെച്ചാ ചെയ്യാം. എനിക്കൊന്നും പറയാനില്ല, ഒന്നും. അത് പറ്റില്ല. ഇതിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്റെ ബ്രോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരി നീ മാത്രമാണ്. അമ്മ എന്നാ കല്യാണം വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞതല്ലേ? പിന്നെ നീ എന്തിനാ വഴി കാണിക്കുന്ന പോലെ ആ കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞ്, അതും ചേട്ടൻ മുമ്പിൽ നിൽക്കുമ്പോ? ആ നിമിഷം ചങ്ക് തകർന്ന് ഇറങ്ങിപ്പോയതാ എന്റെ ബ്രോ. ഇപ്പൊ ഫോൺ പോലും കിട്ടുന്നില്ല. എന്ത് സംഭവിച്ചെന്ന് ഒരു പിടിയില്ല ഞങ്ങക്ക്. അന്വേഷണം നടക്കുന്ന കൂട്ടത്തിലാ ഇപ്പൊ ഇവിടെ വന്നത്. അല്ല, മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ആ ചന്ദ്രനെ നന്നാക്കി എടുത്തോളന്ന് നീ പറഞ്ഞത് കേട്ടല്ലോ. കാണുന്ന കൊള്ളരുതാത്തവരെയൊക്കെ നന്നാക്കി എടുക്കലാണോ നിന്റെ പണി? പാവം ആനന്ദിനെ വെറും ഒരു കോമാളിയാക്കായിരുന്നില്ല ഇത്രയും നാൾ നീ. അങ്ങനെ പറയരുത്. ഇവിടെ ഇപ്പോ കോമാളി ഞാനാ. ചില പെൺകുട്ടികൾക്ക് ആഗ്രഹിച്ചത് പലതും കൈവിട്ടു പോകുമ്പോ തിരിച്ചു പിടിക്കാൻ ധൈര്യമില്ലാതെ നിസ്സഹായായി നിൽക്കേണ്ടി വരുന്നൊരു നിമിഷം ഉണ്ടാവും ജീവിതത്തിൽ. തന്റെ ഇടയില്ലാത്തതുകൊണ്ടാ അന്ന് അവള് പകുതി മരിക്കും. ബാക്കി പകുതി കടപ്പാടുകൾക്ക് തീരെഴുതി കൊടുത്ത് ജീവിച്ചു തീർക്കും. അതിനൊരു പേരേ ഉള്ളൂ, വിധി. അതാ ഞാനിപ്പോ തലയിൽ ചുമന്ന് നടക്കുന്നത്. ഇപ്പോഴും സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. ചിലപ്പോ ഫോണിൽ ബാറ്ററി ചാർജ് ഇല്ലാതെ ഞാൻ ആലോചിക്കുന്നത്. എന്റെ കൃഷ്ണേട്ടാ, ഇനിയും വെറുതെ ആലോചിക്കാനും സങ്കല്പിക്കാനും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അവൻ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം തീർച്ചയാ. അവൻ കാറ് പോലും എടുക്കാതെയാ പോയിരിക്കുന്നത്. ഇളയച്ചൻ പറഞ്ഞത് വെച്ച് ആ ഒരു കാരണം മതി എന്താപത്ത് സംഭവിക്കാൻ. എവിടെ? സാറത് അവിടെ ഉണ്ട്. ആള് നല്ല ഫിറ്റാ, കുറച്ച് കൂടുതൽ കുടിച്ചിട്ടുണ്ട്.
വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഏയ് അങ്ങനൊന്നുമില്ല. ആളിനെ മനസ്സിലായതുകൊണ്ട് ഞാനങ്ങ് പുറത്തുകൊണ്ടിരുത്തി. ഓ താങ്ക്സ് കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ സുബണ. അയ്യോ ബ്രോ ബ്രോ എന്താ ഇതൊക്കെ? ആനന്ദേ, ആ നിങ്ങളോ? എടാ ഇതാണ് കവിത. വൈൻ ഈസ് ബോട്ടിൽഡ് പോയട്രി എന്ന് കേട്ടിട്ടില്ലേ? മദ്യം കുപ്പിയിൽ അടയ്ക്കപ്പെട്ട കവിതയാ. ഞാൻ ഇന്ന് കവിത ആസ്വദിക്കും. കവിതയുടെ ലഹരി, ഉന്മാദം ഇങ്ങനെ. ആനന്ദേ എന്താടാ ഇത്? എഴുന്നേറ്റെ, വീട്ടിൽ പോ. ഏയ് നോ 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 അജു, ഇന്നിനി ആരും വീട്ടിൽ പോകുന്നില്ല. നമുക്ക് ഒരുമിച്ചിരുന്ന് കവിത ആസ്വദിക്കാം. അല്ലെങ്കിൽ നിനക്ക് വലിയ പരാതിയായിരുന്നല്ലോ ഞാൻ നിനക്ക് ചിയേഴ്സ് അടിക്കാൻ കൂടുന്നില്ലെന്ന്. ഒഴിക്കടാ, ഒഴിക്ക്. ഇന്നത്തോടെ നിന്റെ പരാതി ഞാനങ്ങ് തീർക്കാൻ പോവാ. അവള് പോയ 100 പേര് വരും. നീ എഴുന്നേക്ക്, കമോൺ. വരുമായിരിക്കും, 100 1000 ഒക്കെ വരുമായിരിക്കും. പക്ഷെ അവക്ക് പകരം ആവില്ല സുബ്രു. അവളെനിക്ക് അത്രക്കിഷ്ടം. ദേ ഈ മനസ്സ് നിറയെ അവളാ, അവള് മാത്രം. ബ്രോ എഴുന്നേൽക്ക് ബ്രോ, എല്ലാം ശരിയാവും. ഞാനല്ലേ പറയുന്നേ, കല്യാണി ബ്രോയ്ക്കുള്ളത് തന്നെയാ. സോറിടാ മോനെ, ഞാൻ നിന്നെ അടിച്ചില്ലേ? നീ ക്ഷമിച്ചേക്ക്. അവളപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എന്റെ നിയന്ത്രണം പോയതാ. അതാ നീ ക്ഷമിക്ക. ഏത് അസമയമായാലും ശരി, ഇനി എനിക്ക് കാത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്കിപ്പൊ എന്റെ മോനെ കാണണം. അവൻ ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ അവൻ ഉള്ളിടം കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരും. കൃഷ്ണേട്ടന് വരാം, നിക്കാം. അത് കൃഷ്ണേട്ടന്റെ ഇഷ്ടം, എന്നെ തടയരുത്. കാറിൽ നിറങ്ങിട്ടേ ആര് ചോദിച്ചാലൊന്നും മിണ്ടാ നിൽക്കാതെ നൈസായിട്ട് അങ്ങ് അകത്തേക്ക് നടന്നാ മതിയേ. ഞാൻ പിടിച്ചോളാം. ആടരുത്, ആർക്കും സംശയം തോന്നരുത്. ഓക്കെ? എനിക്കറിയാം നീ ഈ കാണുന്നതൊന്നും അല്ലെന്ന്. വ്യക്തമായ പ്ലാനും ലക്ഷ്യമൊക്കെ ആയിട്ടാ നീ തൃച്ചംബരത്ത് നിൽക്കുന്നത് തന്നെ. ഈ തറവാടിനെ മുച്ചൂട് മുടിക്കുന്ന പ്ലാനും ലക്ഷ്യവും. ചന്ദ്രനെ പേരിന് കല്യാണം കഴിച്ചിട്ട് നിനക്ക് ആനന്ദിനൊപ്പം ഇവിടെ വാഴണം, അതല്ലേടി നിന്റെ മനസ്സിലിരിപ്പ്? എന്റെ ഭഗവതി, എന്തൊക്കെയായി കേക്കണേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ ദൈവം പോലും സഹിക്കില്ല മാഡം, ദൈവം പോലും സഹിക്കില്ല. അതെ അതെ അതെ, ഇതൊന്നും ദൈവം സഹിക്കില്ല. പക്ഷേ മറ്റൊരുവനുമായി കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നവൾ അമ്പലത്തിൽ വെച്ച് കാമുകന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വീഴുന്നത് ദൈവം സഹിക്കുമായിരിക്കും അല്ലേ? ശരി, നീ പറഞ്ഞത് ഞാനങ്ങ് വിശ്വസിക്കാം. പക്ഷേ നിനക്ക് ഞാൻ പറയുന്നത് ചെയ്യേണ്ടി വരും. എന്താ, അതിന് സമ്മതമാണോ? സമ്മതമാണ് മാഡം, എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം. ദേവി, ഇത് ഇക്കാര്യം അഖില മാഡത്തിനോട് പറയാതിരുന്നാ മാത്രം മതി. ശരി, പറയില്ല. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ നീയും ചന്ദ്രനുമായിട്ടുള്ള വിവാഹം നമുക്കങ്ങ് നടത്തിയാലോ? എന്തു പറയുന്നു? നാളെയോ? അതെ, നാളെ തന്നെ. നിനക്കും ചന്ദ്രനും നാളെ ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം. എന്താ, സമ്മതം അല്ലേ? അത് തീരുമാനിച്ച കല്യാണത്തിന് ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ മാഡം. അതിനിടയില് നാളെ എന്തിനാ മാഡം ഇങ്ങനെ? നിന്നെ വിശ്വസിക്കാൻ പറ്റാത്തതുണ്ട്. ഇന്നലെ പബ്ലിക്കായി അന്യപുരുഷനെ കെട്ടിപ്പിടിച്ചവൾ നാളെ മറ്റൊരുത്തനുമായി ഒളിച്ചോടി പോകില്ലെന്ന് ആര് കണ്ടു?
നമ്മുടെ മോനിത് എന്തു പറ്റി കൃഷ്ണേട്ട? അവൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. എന്താ സംഭവിക്കുന്നത് ഈ വീട്ടിൽ? അഖിലേ, എന്തായത്? അത് കഴിഞ്ഞില്ലേ, വീട്ടേക്ക്. അവന് പറ്റിയൊരു അബദ്ധം, അത്രേ ഉള്ളൂ. അതല്ല കൃഷ്ണേട്ട, ഇത് വെറും ഒരു അബദ്ധമല്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് മിസ്റ്റേക്ക്. അവൻ ഇന്ന് ബാലൻസ് തെറ്റി വന്നു കയറുന്നത് കണ്ടപ്പോ ഒരു നിമിഷം എന്റെ ഹൃദയം നിലച്ചു പോയതുപോലായി. നമ്മുടെ മോനെ എന്താ കൃഷ്ണേട്ട പറ്റിയത്? അഖിലേ, നീ അവനോട് ആദ്യം ചോദിക്കേണ്ടത് ഇപ്പോഴേ ചോദിച്ച ചോദ്യമായിരുന്നു. എന്റെ മോനെ, നിനക്കെന്ത് പറ്റിയടാ എന്ന്. എന്നിട്ടൊരമ്മയുടെ വാത്സല്യത്തോടെ ചേർത്ത് നിർത്തണമായിരുന്നു. അവനെ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ നമ്മളുണ്ടെന്ന് അവന് തോന്നിപ്പിക്കണമായിരുന്നു. അവൻ ഇതുവരെ ഇങ്ങനെ വന്ന് കണ്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് പതിയെ അവനോട് അതിന്റെ സാഹചര്യം ചോദിക്കണമായിരുന്നു എന്നർത്ഥം. അതിനു പകരം നീ അവനെ അടിക്കുകയാണ് ചെയ്തത്. എന്താകില്ലേ, അടി കൊടുത്ത് നന്നാക്കാവുന്ന പ്രായമാണ് അവൻ്റെതെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? കൃഷ്ണേട്ട, അവൻ ആയിരിക്കാം, അവൻ നിന്റെ എല്ലാം ആയിരിക്കാം. പക്ഷേ എപ്പോഴൊക്കെയോ കണ്ണാടിയിൽ തെളിഞ്ഞ സ്വന്തം പ്രതിബിംബത്തിൽ അവൻ അവനിൽ ഒരു പരാജിതനെ കണ്ടിട്ടുണ്ടാകാം. ആശ്വാസം കിട്ടാൻ, ആ മനസ്സ് തളരാതിരിക്കാൻ ചേർത്ത് നിർത്തി വിജയം നേടിയിട്ടില്ലെങ്കിലും തോറ്റിട്ടില്ല എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് കൊതിച്ചിട്ടുണ്ടാവും അവൻ. ഇനിയും നീ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. എന്നും അവന്റെ ലോകം അവന്റെ അമ്മ മാത്രമായിരുന്നു അഖിലേ. ഞാൻ പോലും രണ്ടാമനായിരുന്നു. ആ അവനെയാണ് നീ ഇന്ന് അടിച്ചത്. അച്ഛാ, അച്ഛാ, കതക് തുറക്കച്ചാ. അച്ഛാ, അച്ഛാ. കല്യാണിയാണല്ലോ അത്. ഇവിടത്തെ രാത്രിയില് എന്ത് പറ്റി മോളെ? എന്താ ഈ രാത്രിയില്? എന്ത് പറ്റി നിനക്ക്? അഖില മേഡം പറഞ്ഞോ നീ ഇങ്ങോട്ട് മടങ്ങി വരാൻ? ഇല്ലച്ചാ, അവിടെ ആരും അറിഞ്ഞിട്ടല്ല ഞാൻ വന്നത്. കിടന്നിട്ടെന്തോ ഉറക്കം വന്നില്ല. അപ്പൊ തോന്നി അച്ഛനെ ഒന്ന് കാണണമെന്ന്. അതുകൊണ്ട് വന്നതാ. അച്ഛന് ബുദ്ധിമുട്ടായോ ഞാൻ വന്നത്? എന്താ മോളെ നീ പറയുന്നത്? അച്ഛന് ബുദ്ധിമുട്ടോ? എന്റെ മക്കളെ രണ്ടാളും എനിക്ക് ബുദ്ധിമുട്ടോ ഭാരോ ഒന്നുമല്ല. നിങ്ങൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. എന്റെ സുധ എനിക്ക് തന്നിട്ട് പോയ 2 വരങ്ങൾ. ആദ്യം മോളോട് ഇരിക്കേ. അച്ഛൻ കുടിക്കാൻ അല്പം വെള്ളം എടുത്തോണ്ട് ഇരിക്കേ. നമ്മളെ കുടിക്കും. ഇനി പറ, എന്താ മോൾക്ക് അവിടെ പറ്റിയത്? അവിടെ ഇങ്ങോട്ട് ഓടി വരാൻ? ഇനി എന്ത് പറ്റാനാച്ച? അച്ഛന്റെ മോള് മൊത്തത്തിൽ ഒരു പരാജയമായിരുന്നു എന്ന് കരുതിയാ മതി. ഇടയ്ക്ക് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് സ്വയം ആശ്വസിക്കാറുള്ളൊരു മനസ്സുണ്ടായിരുന്നു എനിക്ക്. ഇപ്പോ അറിഞ്ഞോ അറിയാതെയോ അതും കൈമോശം വന്നെന്ന് വേണം പറയാൻ. ദൈവമേ, നിന്റെ മനസ്സാകെ ഇടിഞ്ഞു പോയിരിക്കുകയാണല്ലോ. അത്രയ്ക്ക് വലിയൊരു ആഘാതമേറ്റാലേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ.